എത്രയാണ്? 1,22,420. എത്ര കിലോയാണെന്ന് അറിയാൻ പറ്റുമോ? 28. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അതായത് എൻ്റെ ചാനൽ 2 വർഷം മുൻപ് ഒരു ജൂൺ മാസത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലെ ചന്ദനം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു. അങ്ങനെ ചന്ദനം മുറിച്ച് കുറേ നൂലാമാലകൾക്ക് ശേഷം ചന്ദനം മുറിച്ച് ഗവൺമെൻറ് കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പം 2 വർഷം കഴിഞ്ഞ് അതിൻ്റെ പൈസ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 2023 ജൂൺ 18 ഞാൻ വീഡിയോ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ 2023 ജൂൺ മാസം തന്നെയാണ് അതിന് മുറിച്ചതെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ 2025 നവംബർ 1 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എത്ര 2 വർഷവും 4 മാസവും ഏകദേശം 2 വർഷവും 4 മാസവും കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അതിൻ്റെ പൈസ ലഭിക്കുന്നത്. ഏകദേശം ഒരു 15 ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരു മാസം മുൻപാണ് എനിക്ക് വീട്ടിലേക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ വരുന്നത്. ഇങ്ങനെ മരം മുറിച്ചതിൻ്റെ പൈസ റെഡി ആയിട്ടുണ്ട്, ഇനി അത് വന്ന് കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ പേര്, വൈഫിൻ്റെ അച്ഛൻ്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ സ്ഥലത്താണ് ഈ ചന്ദനമരം ഉള്ളത്. ബാങ്ക് ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മറ്റേ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലാണ് കൊണ്ടു ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്ന് കൊണ്ടു കൊടുത്തു. അതിന് ശേഷം ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നമുക്ക് പൈസ ലഭിക്കുന്നത്. ഇന്നലെയാണ് ഏകദേശം അക്കൗണ്ടിലേക്ക് പൈസ വന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇതാണ് ഈ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ അവർ പറയുന്ന ഡീറ്റെയിൽസാണിത്. എത്രയാണ്? 1,22,420. എത്ര കിലോയാണെന്ന് അറിയാൻ പറ്റുമോ? 28. എല്ലാം പോയിട്ട് അവരെടുത്തിരിക്കുന്നത് 28. അവരെ റേറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമായിരുന്നു. ഇത് നമ്മളതിൻ്റെ ഡിവിഷന് കൊടുത്തു. അവിടെ നിന്നാണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ വരുന്നത്. ഏകദേശം എത്ര സമയം എടുക്കുമെന്ന് അതറിയില്ല, പെട്ടെന്ന് അർജന്റായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതായിപ്പോൾ എന്നെ പെട്ടെന്ന് വന്നേ, ഇവിടുന്ന് വിളിച്ചപ്പോൾ. ശരി, അവിടെ അന്വേഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അവിടെ അന്വേഷിച്ചു. ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് 28 കിലോ ആണ് ആ ചന്ദനം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കുറേ സാപ്പ്വുഡ് ഉണ്ട് ആ പുറമേയുള്ള ഒരു വൈറ്റ് കളറിൽ, അതൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം 28 കിലോ ചന്ദനം ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെല്ലാം കൂടി 1,00,000 സംതിങ് രൂപയാണ് നമുക്ക് ലഭിച്ചത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പൈസ അവർ കിഴിച്ച് ടാക്സൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. ഏകദേശം ഒരു 10-12,000 രൂപ അവർ പിടിച്ചിട്ടുണ്ട്. കൂടാതെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എങ്ങനെയാണെന്ന്. ആദ്യം ഞാൻ മനസ്സിലാക്കിയത് 70% നമുക്ക് 30% സർക്കാരിനും എന്നാണ്. ഇപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പൈസയാണോ ഈ ഓഫീസർ പറഞ്ഞതെന്നും അറിയത്തില്ല. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4,500 രൂപയാണ് ഒരു കിലോയ്ക്ക് നമുക്ക് കിട്ടിയ തുക. ഇത് എന്തായാലും ഒരു സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ ഒക്കെ ആയിരിക്കും. കാരണം നമ്മൾ നാട്ടിൽ വളരുന്ന ചന്ദനത്തിന് അത്രയൊക്കെ ലഭിക്കുകയുള്ളൂ. ഈ മറയൂർ ഭാഗത്ത് ഫോറസ്റ്റിലൊക്കെയുള്ള ചന്ദനത്തിനാണ് നല്ല എ ഗ്രേഡ് ചന്ദനമായിട്ട് നല്ല റേറ്റ് ലഭിക്കുന്നത്. ഇതാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പരുത്തിപ്പള്ളി. ഇവിടെയാണ് നമ്മൾ വന്നത്. ഈ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് പല വീഡിയോസ് കാണാം, ചന്ദന കൃഷി ചെയ്യൂ, ലക്ഷങ്ങളും കോടികളും നേടൂ എന്നൊക്കെ പറഞ്ഞ്. നിയമം കുറച്ച് കട്ടിയാണ്. കൂടാതെ ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ലേലമൊക്കെ ചെയ്ത് താമസമായതിനു ശേഷം മാത്രമേ പൈസ കിട്ടുകയുള്ളൂ. എനിക്ക് തന്നെ ഇപ്പോൾ 2 വർഷം എടുത്തു. 2 വർഷം 4 മാസത്തിന് ശേഷമാണ് എനിക്ക് ക്യാഷ് കിട്ടിയത്. അതേപോലെ അപ്പോൾ നമ്മൾ ആ ഒരു അതൊക്കെ ചിന്താഗതിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് കൃഷിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കൂടാതെ നിയമങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. ഏകദേശം ഒരു 30 വർഷം എടുക്കും ചന്ദനം നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്. അതും എല്ലാ ചന്ദന മരത്തിലും നന്നായിട്ട് കാമ്പ് ഉണ്ടാവണമെന്നില്ല. അത് കോറെന്ന് പറയും. അത് കുറയുന്നതിനനുസരിച്ച് ചന്ദനത്തിൻ്റെ ഇതും കുറയും, ക്വാളിറ്റിയും കുറയും, നമുക്ക് ലഭിക്കുന്ന പൈസയും കുറയും. ചിലതിൽ തീരെ കാണത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ടു ദ ആ ലാൻഡാണ്, ആ സോയിൽ, പിന്നെ അതിൻ്റെ വളം, അതിൻ്റെ വളർച്ച, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്കത് ഉണ്ടാവുന്നത്. ഒരു 30-40 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കൂടാതെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവും. ചിലപ്പം കട്ടുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ സൂക്ഷിക്കണം. കൂടാതെ നിയമത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് മുറിക്കാനൊന്നും പറ്റില്ല. നിയമങ്ങളൊക്കെ പാസ്സായി വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയേണ്ടതെന്നുള്ളത് അതിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി
വെക്കാവുന്നതൊക്കെയാണ്. പിടിക്കുന്നതും വലുതാവുന്നതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചന്ദനം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഞാനാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതിന് മുൻപ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം കുറച്ച് പേര് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. കൂടാതെ എൻ്റെ തന്നെ വീഡിയോ വേറൊരു ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെടുത്തിട്ട് ചെറിയൊരു ബോക്സിലാക്കി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടാതെ ഇങ്ങനെ പല പരസ്യങ്ങൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ചന്ദനം വീട്ടിൽ വന്ന് വെച്ച് തരാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഈ ചന്ദനം, ഞാൻ പറഞ്ഞ ഈ ചന്ദനം വീട്ടിൽ തനിയെ ഉണ്ടായതാണ്. കുറേ കാലങ്ങൾക്ക് മുൻപേ അങ്ങനെ ഉണ്ടായ അങ്ങനെ ഉണ്ടായൊരു ചന്ദനമാണ്. അത് പിന്നെ അവിടെ കിടന്ന് വലുതായി. പിന്നെ മുറിക്കേണ്ട സാഹചര്യവും പറഞ്ഞിരുന്നു. മുറിക്കണം വേണ്ടി വിചാരിച്ചതല്ല. അതിന് ചെറിയൊരു ഉണക്കം സംഭവിച്ചതുകൊണ്ട് ഫോറസ്റ്റ് അറിയിച്ചതുകൊണ്ട് അവർ വന്ന് മുറിച്ചതാണ്. കൃത്യമായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഈ റവന്യൂ ലാൻഡിലൊക്കെ ഉള്ള ചന്ദനം അവർ വന്ന് മുറിക്കുകയുള്ളൂ. ഈ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ അതിന് പ്രത്യേക ലൈസൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ വന്ന് ആ കൃഷി വിളവെടുപ്പ് എന്ന രീതിയിൽ വന്ന് മുറിക്കുമായിരിക്കും. എന്തായാലും ഒരു 30 വർഷം മിനിമം എടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. അത്രയുണ്ട് നമ്മുടെ ചന്ദന മരത്തിൻ്റെ അകത്തുള്ള കാമ്പ്, ചന്ദനം, യഥാർത്ഥ ചന്ദനം എത്രയുണ്ടെന്ന് ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണ് പറയാനുള്ളത്. അങ്ങനെ 2 വർഷവും 4 മാസത്തിനു ശേഷം ചന്ദനത്തിൻ്റെ പൈസ ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്രയും കാത്തിരിക്കും ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഒരു മാക്സിമം 1 വർഷത്തിനൊക്കെ കിട്ടുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അറിയില്ല, നമ്മുടെ ഗവൺമെൻറ് രീതികളാണ്. കൂടാതെ ലേലം വിളിച്ചതിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. ലേലം കഴിയണം, എന്നാൽ മാത്രമേ നമ്മുടെ ചന്ദനം വിറ്റ് പോവുകയുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വർഷത്തിൽ 2 തവണയാണ് തോന്നുന്നു ലേലം നടക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നിരിക്കുന്നത് ആ 4 ലക്ഷം ഉണ്ട് ആ വീഡിയോയുടെ വ്യൂസ് 2 വർഷം മുൻപേ ഇട്ടതിന്. 90%, 90% കമൻസും എത്ര പൈസ കിട്ടി, പൈസ എപ്പം കിട്ടിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതിൻ്റെ ഉത്തരമാണ്, ആ പൈസ കിട്ടിയിരിക്കുകയാണ്. കിലോയ്ക്ക് 4500 വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം 28 കിലോ ഉണ്ടായിരുന്നു. കൂടാതെ കുറേ പൈസ ഗവൺമെൻറ് പിന്നെയും ഒരു 10-12,000 രൂപ പിന്നെയും പിടിച്ചിരുന്നു. 1000 സംതിങ് ആണ് GST അവർ പിടിച്ചിരിക്കുന്നത്, ഇൻകം ടാക്സിൻ്റെ ഇതിലേക്ക് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.